ചന്ദ്രോത്ത് തറവാടിൻ്റെ മുറ്റത്ത് അന്ന് പുലരി വിരിഞ്ഞത് ഒരു ആഘോഷത്തിൻ്റെ പൊലിമയോടെ ആയിരുന്നില്ല. മറിച്ച് കനത്ത മൗനത്തിൻ്റെ മൂടുപടം പുതച്ചുകൊണ്ടായിരുന്നു. ഇളം കാറ്റിൽ മാവിലകൾ ആടിയുലയുന്ന ശബ്ദം പോലും വേണിയുടെ കാതുകളിൽ ഒരു വിലാപം പോലെയാണ് പതിച്ചത്. ഇന്ന് അവളുടെ വിവാഹമാണ്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ദിവസം വേണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവപര്യന്തം തടവ് ശിക്ഷയുടെ തുടക്കമായിരുന്നു. രാവിലെ തന്നെ കണിമംഗലത്തെ പത്മനാഭൻ പണിക്കർ കഷായം കുടിച്ച് റെഡിയായി. മുറ്റത്ത് ഒരു ചെറിയ പന്തൽ മാത്രം കെട്ടിയിരുന്നു. ചന്ദ്രോത്ത് കേശവപ്പണിക്കരുടെ മകളുടെ വിവാഹം ഇത്ര ലളിതമായി നടക്കുന്നത് കണ്ട് നാട്ടുകാർ ഇടവഴിയിൽ കൂടി നിന്ന് അടക്കം പറഞ്ഞു. അപ്പോഴും കേശവപ്പണിക്കർ ആരെയും ശ്രദ്ധിച്ചില്ല. അയാളുടെ ലക്ഷ്യം തൻ്റെ അന്തസ്സിനിയും ഇടിയാതെ നോക്കുക എന്നതായിരുന്നു. മുറിക്കുള്ളിൽ വേണി ഒരു കൽപ്രതിമയെ പോലെയിരുന്നു. അയൽപ്പക്കത്തെ പെണ്ണുങ്ങൾ അവളെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കസവ് സാരിയും സ്വർണ്ണാഭരണങ്ങളും അവളുടെ ദേഹത്തണിയുമ്പോൾ ഓരോ ആഭരണവും ഒരു ഇരുമ്പ് ചങ്ങല പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. കണ്ണാടിയിൽ നോക്കുമ്പോൾ തൻ്റെ രൂപം പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ചന്ദനക്കുറിയും കൺമഷിയും അവളുടെ മുഖത്ത് വിളർച്ചയെ ഒളിപ്പിക്കാൻ പാടുപെട്ടു. മോളെ, കരയല്ലേ, എല്ലാം നല്ലതിനായിരിക്കും. ലക്ഷ്മിയമ്മ വിറയ്ക്കുന്ന കൈകളോടെ അവളുടെ തലയിൽ മുല്ലപ്പൂ ചൂടിച്ചു കൊടുത്തു. വേണി മറുപടി പറഞ്ഞില്ല. അവളുടെ ചിന്തകൾ അപ്പോഴും സിദ്ധാർത്ഥിലായിരുന്നു. തൻ്റെ ഉദരത്തിൽ അവൻ്റെ കുഞ്ഞിനെ പേറിക്കൊണ്ട് മറ്റൊരാളുടെ താലിക്ക് മുന്നിൽ തലകുനിക്കാൻ വിധിക്കപ്പെട്ടവൾ. സിദ്ധാർത്ഥിൻ്റെ ചതി അവളുടെ ഹൃദയത്തെ എത്രമാത്രം തകർത്തിരിക്കുന്നുവോ അത്രത്തോളം ദേഷ്യം അവൾക്ക് അവനോട് തോന്നി. തന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കി പോയവനെ ഓർത്തപ്പോൾ അവളുടെ വിരലുകൾ സാരിത്തലപ്പിൽ മുറുകി. 11:30 ശുഭമുഹൂർത്തത്തിൽ വടക്കുംപാട്ടെ ദേവനും സംഘവും ചന്ദ്രോത്ത് തറവാട്ടിലെത്തി. പടിപ്പുര കടന്നു വരുന്ന ദേവനെ കണ്ടപ്പോൾ ആളുകൾക്കിടയിൽ വീണ്ടും സംസാരമുയർന്നു. പട്ടുടുപ്പും മുണ്ടും ധരിച്ച് കഴുത്തിലൊരു കനത്ത സ്വർണമാലയും ഇട്ട് വരുന്ന ദേവൻ്റെ മുഖത്ത് ഒരു വിടർന്ന ചിരിയുണ്ടായിരുന്നു. അവന് ഇതൊരു കളിയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് താൻ കാലെടുത്ത് വെക്കുന്നതെന്ന് അവന് അറിയില്ലായിരുന്നു. ദേവൻ്റെ അരികിൽ കൗസല്യമ്മ ഉണ്ടായിരുന്നു. അവരുടെ മുഖത്ത് ഒരു ആശ്വാസമായിരുന്നു. തൻ്റെ മകന് ഒരു തുണയെ കിട്ടുന്നതിൽ അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദേവൻ ഇടയ്ക്കിടെ ചുറ്റും നോക്കി അത്ഭുതപ്പെടുന്നുണ്ട്. ആളുകളുടെ നോട്ടമോ പരിഹാസമോ അവനെ ബാധിച്ചില്ല. മുഹൂർത്തമായി. വേണി മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. നിലവിളക്കിൻ്റെ പ്രഭയിൽ അവൾ ഒരു മാലാഖയെപ്പോലെ സുന്ദരിയായിരുന്നു. പക്ഷേ ആ സൗന്ദര്യം ഒരു ദുരന്തത്തിൻ്റെ നിഴലിലായിരുന്നു. പീഠത്തിൽ ദേവൻ്റെ അരികിലിരിക്കുമ്പോൾ അവളുടെ ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ നൽകിയ ഉടലിലേക്ക് മറ്റൊരു പുരുഷൻ്റെ സാമീപ്യം കടന്നു വരുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. താലി കെട്ടിക്കോ മോനെ. പണിക്കർ ദേവൻ്റെ കയ്യിലേക്ക് മന്ത്രം ചൊല്ലിയ താലി നൽകി. ദേവൻ അത് വാങ്ങി വേണിയുടെ കഴുത്തിലേക്ക് നോക്കി. ഒരു കുട്ടിയുടെ കൗതുകത്തോടെ അവൻ ആ മഞ്ഞച്ചരട് അവളുടെ കഴുത്തിൽ ചാർത്തി. മന്ത്രോച്ചാരണങ്ങൾക്കും അക്ഷതം വീഴുന്നതിനും ഇടയിൽ വേണിയുടെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി നിലത്ത് വീണു. ആരും കാണാതെ അവൾ അത് തുടച്ചു. അപ്പോൾ മുതൽ അവൾ വടക്കുംപാട്ടെ ദേവൻ്റെ ഭാര്യയായിരുന്നു. സദ്യ കഴിഞ്ഞ് യാത്രയാകാൻ നേരത്ത് ലക്ഷ്മിയമ്മ വേണിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കേശവപ്പണിക്കർ ഉമ്മറത്തെ തൂണിൽ പിടിച്ച് മുഖം തിരിഞ്ഞു നിന്നു. അയാളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. തൻ്റെ ഏക മകളെ ഒരു നിസ്സഹായനായ മനുഷ്യൻ്റെ കൂടെ അയക്കുമ്പോൾ ഒരു അച്ഛൻ്റെ ഹൃദയം നീറുന്നുണ്ടാകാം. പക്ഷേ ചന്ദ്രോത്ത് തറവാടിൻ്റെ പടി ഇറങ്ങുമ്പോൾ വേണിയൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ആ വീടിനോടും അവിടുത്തെ സ്മരണകളോടും അവൾ വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. വടക്കുംപാട്ടെ പടിപ്പുര കടന്ന് വേണി അകത്തേക്ക് കയറുമ്പോൾ കൗസല്യമ്മ നിലവിളക്കുമായി മുന്നിൽ വന്നു. വലതുകാൽ വെച്ച് അകത്തേക്ക് കയറുമോളെ. ലക്ഷ്മി ഈ വീട്ടിലേക്ക് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. വേണി പതുക്കെ ഉള്ളിലേക്ക് കയറി.
5 തലമുറയുടെ പ്രതാപമുറങ്ങുന്ന വടക്കുംപാട്ടെ 8 തൂണുകളിൽ കൊത്തിവെച്ച ശില്പങ്ങളും കരിങ്കല്ല് പാകിയ മുറ്റവും അവളെ വിഴുങ്ങാൻ വരുന്നത് പോലെ തോന്നി. അവിടെ വായുവിൽ അഗർബത്തിയുടെയും പഴയ തടിയുടെയും മണമായിരുന്നു. ദേവൻ അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഭദ്രക്കുട്ടി, നമുക്ക് കളിക്കാൻ പോകാം. എൻ്റെ മുറിയിൽ നിറയെ കളിപ്പാട്ടങ്ങളുണ്ട്, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. കൗസല്യമ്മ അവനെ ശാസിച്ചു. ദേവാ, ചേച്ചി ഇപ്പോൾ വന്നിട്ടുള്ളൂ, മോൻ ശല്യം ചെയ്യരുത്. രാത്രി ഏറെ വൈകി. വടക്കുംപാട്ടെ തറവാട്ടിലെ ആദ്യ രാത്രി. വേണി തന്നെ മണിയറയിൽ തനിച്ചിരുന്നു. മുറി നിറയെ പൂക്കളുടെ ഗന്ധമായിരുന്നു. കട്ടിലിൽ വിരിച്ചിരിക്കുന്ന വെള്ള വിരിയിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് അറപ്പു തോന്നി. സിദ്ധാർത്ഥിൻ്റെ ഗന്ധം തൻ്റെ ദേഹത്ത് നിന്ന് ഇനിയും വിട്ടുപോയിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. ആ ചതിയുടെ അടയാളം തൻ്റെ ഉള്ളിൽ വളരുമ്പോൾ മറ്റൊരു പുരുഷൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ത് പാപമാണെന്ന് അവൾ ചിന്തിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്ന് ദേവൻ അകത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ 2 വലിയ പാൽ ഗ്ലാസുകൾ ഉണ്ടായിരുന്നു. അമ്മ തന്നു വിട്ടതാണ്, നമുക്ക് കുടിക്കാം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണി മറുപടി പറഞ്ഞില്ല. ദേവൻ പാല് കുടിച്ചു കഴിഞ്ഞ് അവളുടെ അരികിലേക്ക് വന്നിരുന്നു. ഭദ്രക്കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? നാട്ടുകാർ എല്ലാവരും എന്നെ പൊട്ടൻ എന്ന് വിളിക്കും. ഭദ്രക്കുട്ടിയും അങ്ങനെ വിളിക്കുമോ? ദേവൻ്റെ ആ ചോദ്യം വേണിയുടെ ഹൃദയത്തിൽ തട്ടി. ആ കണ്ണുകളിൽ കണ്ടത് ഒരു ഭ്രാന്തൻ്റെ വൈകൃതമല്ല, മറിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയായിരുന്നു. തൻ്റെ ജീവിതം തകർത്ത സിദ്ധാർത്ഥിനേക്കാൾ എത്രയോ ശുദ്ധനാണ് ഈ മനുഷ്യൻ എന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. ഇല്ല, ഞാൻ വിളിക്കില്ല, അവൾ പതുക്കെ പറഞ്ഞു. ദേവൻ അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അമ്മ എന്നും കഥ പറഞ്ഞു തരാറുണ്ട്. ഇന്നെനിക്ക് ഭദ്രക്കുട്ടിയുടെ കഥ കേൾക്കണം. കഥകളില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് തന്നെ തള്ളിയിട്ട സിദ്ധാർത്ഥിനെ ഓർത്ത് അവൾ വിതുമ്പി. ദേവന്റെ സ്പർശനം അവളിൽ ഭയമുണ്ടാക്കിയില്ല, പകരം ഒരു സഹതാപമാണ് തോന്നിപ്പിച്ചത്. താൻ ഒരു പാപം ഒളിപ്പിക്കാൻ വേണ്ടി ഈ പാവത്തെ ഉപയോഗിക്കുകയാണല്ലോ എന്ന ചിന്ത അവളെ നീറ്റിച്ചു. ആ രാത്രി വടക്കമ്പാട്ടെ ജനലിലൂടെ നിലാവ് മുറിക്കുള്ളിലേക്ക് അരിച്ചെത്തി. വേണി ഉറങ്ങിയില്ല. തൻ്റെ വയറിൽ കൈവച്ച് അവൾ സിദ്ധാർത്ഥിനെ ശപിച്ചു. അതേസമയം അരികിൽ കിടന്ന് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ദേവനെ നോക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പുതിയ ഭയം ഉടലെടുത്തു. ഈ നിഷ്കളങ്കതയുടെ മറവിൽ താൻ എത്ര കാലം സുരക്ഷിതമായിരിക്കും? ഈ തറവാട്ടിലെ രഹസ്യങ്ങൾ എന്നെങ്കിലും പുറത്തു വരുമോ? പുറത്ത് ഒരു മൂങ്ങയുടെ കരച്ചിൽ വീണ്ടും കേട്ടു. വടക്കുംപാട്ടെ തറവാട്ടിലെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുന്നു. പക്ഷെ വേണിയുടെ ജീവിതത്തിലെ യഥാർത്ഥ പോരാട്ടം തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വടക്കുംപാട്ടെ 8 കിഴക്കനിയിൽ പുലർച്ചെയുള്ള വെട്ടം വീഴുമ്പോൾ വേണി ഉണർന്നു കഴിഞ്ഞിരുന്നു. ഒരു രാത്രി മുഴുവൻ മയക്കം വരാതെ മനസ്സിലെ ചിന്തകളോട് മല്ലിട്ട് അവൾ ആ വലിയ കട്ടിലിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. ജനാലയ്ക്കിൽ നിന്ന് അരിച്ചെത്തുന്ന തണുത്ത കാറ്റിന് മണ്ണെണ്ണ വിളക്കിൻ്റെയും പഴയ മരത്തിൻ്റെയും മണമായിരുന്നു. അരികിൽ ലോകത്തിലെ സകല ആകുലതകളിൽ നിന്നും വിമുക്തനായി ദേവൻ നിഷ്കളങ്കമായി ഉറങ്ങുന്നു. ഒരു കൈ പുറത്തേക്കിട്ട് ചുണ്ടിലൊരു ചെറിയ ചിരിയുമായി കിടക്കുന്ന ദേവനെ നോക്കിയപ്പോൾ വേണിയുടെ ഉള്ളിൽ വീണ്ടും സഹതാപം അലതല്ലി. തന്നെ ചതിച്ച സിദ്ധാർത്ഥിന് തൻ്റെ ഉടലിനോടായിരുന്നു ദാഹമെങ്കിൽ ഈ പാവത്തിന് വേണ്ടതൊരു കൂട്ട് മാത്രമാണ്. പക്ഷേ ആ കൂട്ട് നൽകാൻ താൻ യോഗ്യയാണോ എന്ന ചോദ്യം അവളുടെ നെഞ്ചിൽ കനലായി എരിഞ്ഞു. അവൾ പതുക്കെ എഴുന്നേറ്റ് പുറത്തെ വരാന്തയിലേക്ക് നടന്നു. വടക്കുംപാട്ടെ മുറ്റം പുലർക്കാല മഞ്ഞിൽ കുളിച്ചു നിൽക്കുകയാണ്. ദൂരെ തൊഴുത്തിൽ പശുക്കൾ കരയുന്ന ശബ്ദം കേൾക്കാം. അടുക്കള ഭാഗത്ത് നിന്ന് വിറക് കീറുന്ന ഒച്ചയും പാത്രങ്ങളുടെ ചിലമ്പലും ഉയരുന്നുണ്ട്. കൗസല്യമ്മ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. വേണി പതുക്കെ കുളക്കടവിലേക്ക് നടന്നു. കരിങ്കല്ല് പാകിയ പടവുകൾ ഇറങ്ങി കുളത്തിലെ തണുത്ത വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ അവൾ സ്വന്തം മുഖം കണ്ടു. തളർന്ന കണ്ണുകളും വിളറിയ കവിളുകളും. 1 മാസം മുൻപ് ചന്ദ്രോത്ത് തറവാട്ടിലെ തുമ്പികളെ പോലെ പാറി നടന്നിരുന്ന വേണിയല്ലിത്.
കുളത്തിലിറങ്ങി തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ സ്പർശനങ്ങളെ കഴുകിക്കളയാൻ അവൾ കൊതിച്ചു. പക്ഷേ അവളുടെ ഉള്ളിൽ വളരുന്ന ജീവൻ ആ സ്മരണകളെ മായ്ക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഓരോ നിമിഷവും തന്നെ വേട്ടയാടുന്ന ആ സത്യം, താൻ മറ്റൊരു പുരുഷൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിക്കൊണ്ടാണ് ഈ തറവാടിൻ്റെ മരുമകളായി വന്നിരിക്കുന്നത്, അതൊരു നീറുന്ന മുറിവായി അവളുടെ ആത്മാവിൽ അവശേഷിച്ചു. കുളി കഴിഞ്ഞ് ഈറൻ മാറ്റി നെറ്റിയിൽ ഒരു ചെറിയ ചന്ദനക്കുറി തൊട്ട് അവൾ അടുക്കളയിലേക്ക് ചെന്നു. കൗസല്യമ്മ അവിടെ കാപ്പി തിളപ്പിക്കുകയായിരുന്നു. "മോളെ, ഉണർന്നോ? ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ?" കൗസല്യമ്മ വാത്സല്യത്തോടെ ചോദിച്ചു. വേണി മൂളി. "ദേവൻ എഴുന്നേറ്റോ?" "അവൻ രാവിലെ തന്നെ വിശക്കും. കുട്ടിക്കളിയാണല്ലോ അവനെല്ലാം," അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേണിയൊന്നും മിണ്ടിയില്ല. അവൾ പതുക്കെ അടുക്കള പണികളിൽ സഹായിക്കാൻ തുടങ്ങി. തേങ്ങ ചിരകുമ്പോഴും മാവരയ്ക്കുമ്പോഴും അവളുടെ കൈകൾ യന്ത്രം പോലെ ചലിച്ചു. ഇടയ്ക്ക് കൗസല്യമ്മ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വേണിയുടെ മുഖത്തെ വിഷാദം അവർ തിരിച്ചറിഞ്ഞിരിക്കാം. പക്ഷേ അത് പുതിയൊരു വീട്ടിലേക്ക് വന്നതിൻ്റെ സങ്കോചമാണെന്ന് അവർ കരുതിയിരിക്കണം. "മോളെ, ഈ വീടിനി നിൻ്റേതാണ്. ദേവനെ നോക്കാൻ എനിക്ക് ശേഷം ഒരാളുണ്ടാകുമെന്ന ധൈര്യത്തിലാണ് ഞാൻ ഈ വിവാഹം നടത്തിയത്. അവന് ബുദ്ധിക്ക് കുറവായിരിക്കാം, പക്ഷെ ഹൃദയം സ്വർണമാണ്. അവനെ നീ പൊന്നുപോലെ നോക്കണം." കൗസല്യമ്മയുടെ വാക്കുകൾ വേണിയുടെ ഉള്ളിൽ തറച്ചു. സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുന്ന ഈ അമ്മയെ താൻ വഞ്ചിക്കുകയാണല്ലോ എന്ന ചിന്ത അവളെ തളർത്തി. ആ തറവാടിൻ്റെ ഐശ്വര്യം തൻ്റെ പാപം മൂലം ഇല്ലാതാകുമോ എന്ന ഭയം അവളെ വേട്ടയാടി. അപ്പോഴാണ് ദേവൻ ഓടിക്കൊണ്ട് അടുക്കളയിലേക്ക് വന്നത്. "അമ്മേ, വിശക്കുന്നു. ഭദ്രക്കുട്ടി എവിടെ?" അവളെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വിരിഞ്ഞു. "ഭദ്രക്കുട്ടി, മോൾ എപ്പോഴാണ് എഴുന്നേറ്റത്? എന്നെ വിളിച്ചില്ലല്ലോ." അവൻ അവളുടെ അരികിലേക്ക് വന്ന് സാരിത്തുമ്പിൽ പിടിച്ചു. "നമുക്കിന്ന് തൊഴുത്തിൽ പോകാം. പശുക്കുട്ടിക്ക് പാല് കൊടുക്കുന്നത് കാണണ്ടേ?" ദേവൻ്റെ ആ കൊഞ്ചൽ കേട്ട് കൗസല്യമ്മ ചിരിച്ചു. പക്ഷെ വേണിക്കതൊരു ഭാരമായി തോന്നി. അവൾക്ക് അവനോട് സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുന്നില്ല. തൻ്റെ ഉള്ളിലെ കുറ്റബോധം അവളെ മൗനത്തിൻ്റെ തടവറയിലാക്കിയിരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് സദ്യ കഴിഞ്ഞ് വേണി മുറിയിൽ വിശ്രമിക്കുമ്പോൾ ജനലിലൂടെ പുറത്തെ ഇടവഴിയിലേക്ക് നോക്കി മഞ്ഞ വെയിലിൽ തിളങ്ങുന്ന ആ വഴിയിലൂടെ ഒരിക്കൽ സിദ്ധാർത്ഥ് വരുമെന്ന് അവൾ മോഹിച്ചിരുന്നു. പക്ഷേ ഇന്നവൾക്ക് ആഗ്രഹിക്കാവുന്നത് സിദ്ധാർത്ഥ് ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്ന് മാത്രമാണ്. തൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും ഈ മൗനത്തിൽ ഒളിപ്പിച്ചു തീർക്കണം. വൈകുന്നേരം വേണി തുളസിത്തറയിൽ വിളക്ക് വെക്കാൻ ഇറങ്ങി. വടക്കമ്പാട്ടെ വലിയ മുറ്റം സന്ധ്യാവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. "ദൈവമേ, എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് പാപമാണ് ചെയ്തത്?" പ്രാർത്ഥന കഴിഞ്ഞ് തിരിയുമ്പോൾ ദേവൻ പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഒരു കൂട്ടം കാട്ടുപൂക്കളുണ്ട്. "ഇത് ഭദ്രക്കുട്ടിക്ക് വേണ്ടിയാ. ഞാൻ കാട്ടിപ്പോയി പറിച്ചതാ." "ഭദ്രക്കുട്ടിക്ക് പൂവിഷ്ടമാണോ?" അവൻ നിഷ്കളങ്കമായി പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. ആ പൂക്കൾ വാങ്ങുമ്പോൾ അവളുടെ വിരലുകൾ വിറച്ചു. സിദ്ധാർത്ഥ് ഒരിക്കൽ തനിക്ക് തന്ന ചുവന്ന റോസാപ്പൂവിനേക്കാൾ എത്രയോ പരിശുദ്ധമായിരുന്നു ദേവൻ്റെ കയ്യിലെ ആ കാട്ടുപൂക്കൾ. അവൻ തൻ്റെ നിഴലായി കൂടെയുണ്ടാകുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ആ നിഴൽ തൻ്റെ പാപത്തിനു മേൽ വീഴുന്ന വെളിച്ചമാകുമോ അതോ ഇരുട്ടാകുമോ എന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം കൗസല്യാമ്മ വേണിയെ അരികിലേക്ക് വിളിച്ചു. അവരുടെ കയ്യിൽ പഴയൊരു സ്വർണ്ണവളയുണ്ടായിരുന്നു. "ഇത് എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. ഇത് ഇനി മോളുടെ കയ്യിലിരിക്കട്ടെ." അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ വേണിയുടെ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. അവൾ ആ അമ്മയുടെ മടിയിലേക്ക് തല വെച്ച് വിതുമ്പി. "അമ്മേ, എനിക്ക് പേടിയാകുന്നു." "എന്തിനാ മോളെ പേടിക്കുന്നത്? ഞങ്ങൾ കൂടെയില്ലേ?" കൗസല്യമ്മ അവളെ ആശ്വസിപ്പിച്ചു. താൻ ഗർഭിണിയാണെന്ന സത്യം ഇപ്പോൾ ആരോടെങ്കിലും പറയണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അത് പറഞ്ഞാൽ തകർന്നു പോകുന്നത് ഈ അമ്മയുടെ പ്രതീക്ഷകളും ആ തറവാടിൻ്റെ അന്തസ്സുമാണ്. ആ സത്യം തൻ്റെ ഉള്ളിൽ തന്നെ അലിഞ്ഞു പോകട്ടെ എന്ന് അവൾ ഉറപ്പിച്ചു. രാത്രി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ദേവൻ കട്ടിലിലിരുന്ന് പടം വരയ്ക്കുകയായിരുന്നു. വേണിയെ കണ്ടപ്പോൾ അവൻ പെൻസിൽ താഴെ വെച്ചു.
ഭദ്രക്കുട്ടി, നമുക്കൊരു കുഞ്ഞാവാതി വരുമോ? അപ്പോൾ നമുക്ക് 3 പേർക്കും കൂടി കളിക്കാലോ. ദേവന്റെ ആ ചോദ്യം കേട്ട് വേണി ഞെട്ടിപ്പോയി. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് അവൻ എങ്ങനെ അറിയാം? അതോ അവൻ വെറുതെ ചോദിച്ചതാണോ? അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ദേവൻ എന്താ ഈ പറയുന്നത്? അവൾ വിറയലോടെ ചോദിച്ചു. അമ്മ പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ വാവ വരുമെന്ന്. അതാ ഞാൻ ചോദിച്ചത്. ഭദ്രക്കുട്ടിക്ക് വാവയെ ഇഷ്ടമല്ലേ? വേണി മറുപടി പറഞ്ഞില്ല. അവൾ ജനലരികിലേക്ക് നടന്നു. പുറത്ത് ഇരുട്ട് കനത്തിരിക്കുന്നു. വടക്കമ്പാട്ടെ തറവാട്ടിലെ 2ാമത്തെ രാത്രി. സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ പതുക്കെ മാഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും തൻ്റെ ഉള്ളിലെ ജീവൻ ഒരു വലിയ രഹസ്യമായി അവളിൽ വളർന്നുകൊണ്ടേയിരുന്നു. നാളെ ഈ സത്യം പുറത്തു വരുമ്പോൾ താൻ എവിടെയായിരിക്കും? ഈ തറവാട് തന്നെ പുറത്താക്കുമോ? അതോ ദേവൻ തന്നെ സ്വീകരിക്കുമോ? ചോദ്യങ്ങൾക്കുത്തരമില്ലാതെ മൗനത്തിൻ്റെ തടവറയിൽ വേണി ആ രാത്രിയും തള്ളി നീക്കി.